നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപകട മരണങ്ങൾ പ്രവാസികളെ ഏറെ ഞെട്ടലിലാഴ്ത്തുകയാണ്. ഒത്തിരിയേറെ അപകട മരണങ്ങളാണ് വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിലായി പ്രവാസികളെ തേടിയെത്തുന്നത്. അങ്ങനെ ജീവിതമാർഗം തേടി 1.5 മാസം മുമ്പ് സൗദി അറേബ്യയിലെത്തിയ മലയാളി വാഹനാപകടത്തിൽ മരിച്ചതായുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. മദീനയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെ അനേക് എന്ന സ്ഥലത്ത് വ്യാഴാഴ്ചയുണ്ടായ അപകടത്തിൽ തിരുവനന്തപുരം പെരുമാത്ര സ്വദേശി വയമ്പ് വിളാകം വീട്ടിൽ ഷാഹുൽ ഹമീദാണ് മരിച്ചത്. വാഹനത്തിൽ കൂടെയുണ്ടായിരുന്ന സൗദി പൗരനും മരിച്ചിരിക്കുകയാണ്. സഹയാത്രികരായ മദീനയിലെ ഒരു കമ്പനിയിൽ ജീവനക്കാരനാണ് ഷാഹുൽ ഹമീദ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷാഹുൽ ഹമീദും സൗദി പൗരനും മരിക്കുകയുണ്ടായി. 2019 നവംബർ 24-നാണ് ഷാഹുൽ ഹമീദ് തൊഴിൽ വിസയിൽ സൗദിയിലെത്തിയത് തന്നെ. അവിവാഹിതനാണ് അദ്ദേഹം. പിതാവ് നേരത്തെ തന്നെ മരിക്കുകയുണ്ടായി. മാതാവ് ഹലീമ ബീവി, സഹോദരങ്ങൾ സക്കീർ, അഷ്റഫ്, ലൈല, സഫീദ, സജീദ. അങ്ങനെ മൃതദേഹം സൗദിയിൽ ഖബറടക്കുന്നതായിരിക്കും. സൗദിയിൽ പ്രവാസികളെ തേടിയെത്തുന്നത് അപകടങ്ങൾ മാത്രമല്ല, പല കബളിപ്പിക്കൽ കൂടിയുണ്ട്. വീട്ടിലെ പ്രാരാബ്ദം മൂലം പ്രായം വകവയ്ക്കാതെ വീട്ടുജോലിക്കായി പ്രവാസ ലോകത്തെത്തി ദുരിതത്തിലായ ഇന്ത്യൻ വനിത സാമൂഹിക പ്രവർത്തകരുടെ സഹായത്താൽ നാട്ടിലേക്ക് മടങ്ങിയ വാർത്തയും വന്നതാണ്. ആന്ധ്ര കടപ്പ സ്വദേശിനിയായ സുഭദ്രാമയാണ് 2 വർഷം മുമ്പ് സൗദിയിലെ ജുബൈലിൽ വീട്ടുജോലിക്കെത്തി കെണിയിലാക്കപ്പെട്ടത്. വാർദ്ധക്യ സഹജമായ അനാരോഗ്യം വകവയ്ക്കാതെ 2 വർഷം ജോലി ചെയ്തിരുന്നുവെങ്കിലും സ്പോൺസർ കൃത്യമായി ശമ്പളം നൽകിയിരുന്നില്ല. 5 മാസത്തെ ശമ്പളം കുടിശ്ശികയായിരിക്കെ ഒരു ദിവസം സ്പോൺസർ അവരെ ദമാം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. 2 വർഷം ജോലി ചെയ്തതിനു ശേഷം താമസരേഖ പുതുക്കാൻ സമയമായപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ സൗദിയിൽ വാഹനാപകടങ്ങൾ മാത്രമല്ല, പറ്റിക്കപ്പെടലും നടക്കുന്നുണ്ട്. അങ്ങനെ നവയുഗ ജീവകാരുണ്യ പ്രവർത്തകനായ മഞ്ജു മണിക്കുട്ടനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് നാട്ടിലേക്ക് എത്താനുള്ള സഹായം ലഭ്യമായത് തന്നെ. വനിതാ അഭയ കേന്ദ്രത്തിലെത്തിയ മഞ്ജു സൗദി അധികൃതരുടെ അനുവാദത്തോടെ സുഭദ്രാമയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കഴിഞ്ഞ 3 ദിവസമായി ഭക്ഷണമൊന്നും കഴിക്കാത്തതിനാലാണ് ഇവർ തലകറങ്ങി വീണതെന്നാണ് അപ്പോഴും മഞ്ജുവും കുടുംബവും മനസ്സിലാക്കിയത് തന്നെ. സുഭദ്രാമയുടെ സ്പോൺസറെ ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകളും നടത്തി. ഒടുവിൽ കുടിശ്ശികയായ 5 മാസത്തെ ശമ്പളം നൽകാൻ അയാൾ തയ്യാറാകുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഔട്ട് പാസ് വാങ്ങി അഭയകേന്ദ്രം അധികാരികളുടെ സഹായത്തോടെ ഫൈനൽ എക്സിറ്റ് നേടുകയും ചെയ്തതോടെ നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പൂർത്തിയായി മാറി. സുഭദ്രാമ മാത്രമല്ല, പലരും ഇതുപോലെ കബളിപ്പിക്കപ്പെടാറുണ്ട്. പ്രവാസ ലോകത്ത് ഏറെ ശ്രദ്ധയോടെ വേണം ജീവിക്കാൻ. പല അപകട മരണങ്ങളും ദാരുണമായി തന്നെ സംഭവിക്കുന്നുണ്ട്. ഇത് ഏറെ ഞെട്ടലുളവാക്കുന്ന വാർത്തകൾ തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.